ദുബായിലുണ്ടായ വൻ തീപിടുത്തത്തിൽ നിരവധി ട്രക്കുകളും കാരവനുകളും കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് ദിർഹത്തിന്റെ നാശനഷ്ടമാണ് അഗ്നിബാധയിലുണ്ടായത്. സംഭവത്തെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും വ്യാജ വാർത്തകൾ നൽകുന്നവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുബായ് നഗരത്തിൽ ഇന്നലെ രാത്രിയുണ്ടായ അഗ്നിബാധയെക്കുറിച്ച് പല വിധത്തിലുള്ള ഊഹാപോഹങ്ങളും വ്യാജ റിപ്പോർട്ടുകളും പ്രചരിച്ച സാഹചര്യത്തിലാണ് ദുബായ് മീഡിയ ഓഫീസ് കൃത്യമായ വിശദീകരണം നൽകിയത്. രാത്രിയിൽ ദുബായ് സൗത്തിലെ ഒരു വർക്ക്ഷോപ്പിൽ തീപിടുത്തമുണ്ടായി. തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്കും തീ പടർന്നു. സമീപത്തുണ്ടായിരുന്ന നിരവധി ട്രക്കുകളും കാരവാനുകളും കത്തിനശിച്ചു. ആകാശത്ത് വൻതോതിൽ പുക വ്യാപിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുകയും തീപിടുത്തവും കണ്ടാണ് ചിലർ തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ പ്രചരിപ്പിച്ചത്. ചില ഇന്ത്യൻ മാധ്യമങ്ങൾ ദുബായിൽ വലിയ സ്ഫോടനമെന്ന രീതിയിൽ പോലും വാർത്ത നൽകിയിരുന്നു. എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ദുബായ് മീഡിയ ഓഫീസ് വ്യക്തമാക്കി. ഇത്തരത്തിൽ വ്യാജ വാർത്തകളും ചിത്രങ്ങളുമൊക്കെ പ്രചരിപ്പിക്കുന്നവർക്ക് 1 ലക്ഷം ദിർഹം വരെ പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കും. അപകട സമയത്തോ പ്രതിസന്ധി ഘട്ടത്തിലോ സർക്കാരിനെതിരെ തെറ്റായ വാർത്ത നൽകിയാൽ 2 ലക്ഷം ദിർഹം വരെ പിഴയും ജയിൽ ശിക്ഷയുമാണ് കിട്ടുകയെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.